ഹായ് നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നമുക്കിന്നൊരു നല്ലൊരു ചിക്കൻ സമൂസ ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സമൂസ. ഞാൻ എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് അതിനെ ഒന്ന് ചെറുതാക്കി എടുക്കാം. ഇതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്കത് ഒരു ബ്ലെൻഡറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് നമുക്ക് ചിക്കൻ എടുത്ത് ഇനിയിപ്പോൾ റമളാനൊക്കെ അടുത്ത് വന്നു. നമ്മളെല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ എല്ലാവർക്കും ഒരുപോലെ, എല്ലാ നാട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സമൂസ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ സമൂസ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ചിക്കൻ കട്ട് ചെയ്തെടുത്ത് അത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്ത് നമുക്കത് ബ്ലെൻഡറിലോട്ട് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളെ ചിക്കൻ നല്ല രീതിയിൽ അതൊന്ന് ഇതാക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ റെഡിയാക്കാം. അടുത്തത് നമുക്ക് അതിലേക്ക് വേണ്ടത് മക്ഡോണൽസ് പാർസലി എന്ന് പറയും. ഇതിനെ കഴുകി വൃത്തിയാക്കി നമുക്ക് പൊടിയായിട്ടൊന്ന് തിരഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത നമുക്കതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം 3 സൈസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വാഷ് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ സമൂസ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ പാൻ എടുത്തേക്ക് അതിനുശേഷം നമ്മൾ നേരത്തെ ഷോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടാം. നമ്മൾ ചിക്കൻ റെഡിയാക്കുമ്പോൾ ഇതിനകത്ത് ഓയിലൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല. കഴുകി വൃത്തിയാക്കി ഷോപ്പ് ചെയ്ത ആ ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് അതിന് നല്ല രീതിയിൽ മറിച്ചും തിരിച്ചും ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ ചിക്കനിലെ വെള്ളവും ഒക്കെ വാർന്നു തുടങ്ങിയിട്ടുണ്ട്.
ഇതിലേക്ക് അടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ജീരകത്തിന്റെ പൊടി. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ജീരകപ്പൊടി. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യാൻ വരുന്ന കുക്കുകൾ നിർബന്ധമായിട്ടും ഈ സമൂസ ഉണ്ടാക്കുന്നത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും സമൂസ ഇവര് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. നമ്മുടെ നാട്ടിൽ സമൂസ ഉണ്ടാക്കുന്നവർക്ക് നമുക്ക് അതിലെ മസാലകൾ നമുക്ക് ഇഷ്ടം അനുസരിച്ച് എരിവിന് അനുസരിച്ച് നമുക്കിടാം. ഇവിടെ പിന്നെ സമൂസയ്ക്ക് ഓവർ എരി വേണ്ട, എരി കൂട്ടുന്നതല്ല. അങ്ങനെ നമ്മൾ ആ ചിക്കനിലേക്ക് ആ ചെറിയ ജീരകത്തിന്റെ പൊടിയിട്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കിതിന്റെ വെള്ളം, ആ ഇറച്ചിയുടെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം വെള്ളമെല്ലാം അതിൽ നിന്ന് വാർന്നു പോയി, കളറൊക്കെ ചേഞ്ച് ആയി. അതിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അടുത്ത നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അത്രയും ടേസ്റ്റിയും നല്ലൊരു മണവും ഉണ്ടാവും. ഇവിടെ ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ എടുക്കും. അതിന് നല്ല രീതിയിലൊന്ന് നമുക്ക് അതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ നമുക്ക് അതിനൊന്ന് വാട്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഒനിയൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒനിയൻ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ, ഒനിയൻ ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരാഴ്ച വരെ നമുക്ക് ഫ്രീസറിൽ നമുക്ക് ഫ്രിഡ്ജ് നോർമൽ തണുപ്പിൽ വെച്ചിരുന്നാൽ ഇത് കേടുകൂടാതെ നമുക്ക് എടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. നല്ല ഫങ്ഷൻ പാർട്ടികളൊക്കെ വരുന്ന സമയത്ത് എടുത്ത് സമൂസ തോല് എടുത്ത് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കും. അതാണ് ഞാൻ ഇതിൽ ഒനിയൻ ഉപയോഗിക്കുന്നത്. മറ്റേ നമ്മളിതിലേക്ക് ഒരൽപ്പം ചിക്കൻ മസാലയിലേക്ക് ഇട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത്, നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ബ്ലാക്ക് പേപ്പർ. ഇങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അടുത്ത നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മക്ഡൂണസ് പാർസലി, ആ ഇല നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇല ഇട്ടത് എല്ലാം കൂടി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിന് നമുക്കിനി ഒരു 5 മിനിറ്റോളം നമുക്കിതിനൊന്ന് ചെറിയ തീയിൽ വെച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ മസാല ആ ഇറച്ചിയിലേക്ക് പിടിക്കത്തക്കോണം ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് സമൂസ ഉണ്ടാക്കാനുള്ള മസാല റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനെ മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സമൂസയുടെ മസാല, അതുപോലെ തന്നെ പലർക്കും ഈ സമൂസ ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സമൂസയുടെ തോല് ഈ പീസ് അളവിൽ മുറിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇത് ഫില്ല് ചെയ്യാം. നമ്മളതിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഇങ്ങനെ മടക്കി ഒന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളതിനെ ഒട്ടിച്ചെടുത്തു. ഓക്കെ, അടുത്തത് നമുക്ക് ആ വലിയൊരു സമൂസ ഉണ്ടാക്കുന്ന ഒരു ഷീറ്റ് എടുത്ത് അത് ഒന്ന് ഇങ്ങനെ വളച്ച് ഒരു കുമിള് പോലെ ആക്കിയെടുക്കാം. എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മസാല ഫില്ല് ചെയ്യാം. മസാല ഫില്ല് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് ഇങ്ങനെ മടക്കി അതിനുശേഷം ഒരു സ്റ്റാർ രൂപത്തിൽ അതിനെ വീണ്ടും തിരിച്ചൊരു ലൈനിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും മടക്കി എടുക്കാം. എടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ അല്പം മൈദ കലക്കി അതിന് ശേഷം കയ്യിൽ തൊട്ട് ഇതിനെ ഒട്ടിച്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമൂസ അത് ഇങ്ങനെ നമുക്കിത് കുറച്ചുണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇത്രയും സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഓവനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്കും ഓവനിൽ അത് ഒരു ഫ്രൈ പാനിൽ വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സമൂസ നമുക്കിതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ബാക്കി മസാല നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. ആവശ്യം വരുന്ന സമയങ്ങളിൽ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒരാഴ്ച 2 ആഴ്ച ഇരുന്നാൽ ഇത് കേടുവരില്ല. കാരണം നമ്മളിതിനകത്ത് ഉള്ളി ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ല സേഫായിട്ട് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ സമൂസ എന്തായാലും നോക്കാം. അങ്ങനെ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നല്ല രീതിയിൽ